ഞാനിപ്പോൾ ഉള്ളത് ഗംഗാബലി ആ പുഴയുടെ തീരത്താണ്. ഇവിടെ ഇപ്പോൾ ആരുമില്ല, തെരച്ചിലില്ലാത്തതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു തെരച്ചിലാണ് നാളെ നടക്കുന്നത്. അതിനായുള്ള ഒരു സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, അവിടെയാണ് ലോറി ഉണ്ട് എന്ന് ഏറ്റവും ഒടുവിലായി നേവിയും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും നാളെ തിരച്ചിൽ നടക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ആ ഒരു കുടുംബം മുഴുവൻ 5 പേരായിരുന്നു മരണപ്പെട്ടിരുന്നത്. ആ കുടുംബത്തിലെ ആ കടയുടെ പിറകിലായാണ് ആ മാർക്ക് ചെയ്ത സ്ഥലം. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിനോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. ജിതിന്, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ സ്ഥലമാണോ ഇപ്പോൾ ലോറി ഉണ്ട് എന്ന് കരുതുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇന്നലെ മഞ്ചേശ്വരം MLA, SP കാർവാർ MLA, അതുപോലെ തന്നെ പിന്നെ ലോറി ഉടമ മനാഫ്, അവരെല്ലാവരെയും കൂട്ടി NDRFന്റെ ബോട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിൽ എല്ലാവരും പറയുന്നത് 100% ആ ലൊക്കേറ്റ് ചെയ്ത സ്പോട്ടിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നതെന്നാണ്. അതിന്റെ മുകളിൽ ഭാഗത്തായിട്ട് മരങ്ങളും ചളിക്കൂമ്പാരങ്ങളും കല്ലുകളെല്ലാം അടിഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് റിമൂവ് ചെയ്താൽ മാത്രമേ വണ്ടിയുടെ അടുത്ത് എത്താൻ പറ്റുകയുള്ളൂ. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കയർഭാഗങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അടിഭാഗത്ത്. അതുകൊണ്ട് തന്നെയാണ് 100% അവിടെ തന്നെയാണ് വണ്ടി ഉറപ്പാക്കാൻ കാരണം. ഈ ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തും. അപ്പോഴും നാളെ മൽപ്പയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നേവിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരും. നമുക്ക് നാളെയും എന്തായാലും ഈ പ്രതീക്ഷയുണ്ട്. അത് തിങ്കളാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന അത്തരത്തിലുള്ളതല്ല. നാളെ എന്തായാലും പ്രതീക്ഷയുണ്ട്. ഏതായാലും അതെ, ഇവര് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഡ്രഡ്ജർ വരുന്നതിന് മുന്നേ അവർക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടുത്തെ കുറച്ച് മരങ്ങൾക്ക് അവിടെ കുറച്ച് വൃത്തിയാക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ ഭാഗത്ത്. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഡ്രഡ്ജർ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നാണ് ഇന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. നമുക്ക് ഈ കയറ് കിട്ടിയതാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. അതിന്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരുന്ന GPS സ്പോട്ട്, അതായത് ഈ ലക്ഷ്മൺ നായകന്റെ കടയുടെ ഓപ്പോസിറ്റ് വശം, അപ്പുറ വശം ആയിരുന്നു ഈ വണ്ടി സ്പോട്ട് ചെയ്യുക. അതേ പാരൽ സ്ഥലത്താണ് ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പം നേവിയും ഈശ്വർ മാൽപ്പ സംഘവും ലൊക്കേറ്റ് ചെയ്ത ഈ സ്ഥലവും. അതായത് ആ ലക്ഷ്മൺ നായകന്റെ കടയെ തകർത്തുകൊണ്ടായിരിക്കാം നമ്മുടെ അർജുന്റെ ലോറി അങ്ങോട്ട് പോയത്. അതിന് തൊട്ടു പുറകിൽ തന്നെയാണ് ഈ വണ്ടി കിടക്കുന്നത്. നാളെയും ഊർജിതമായ തിരച്ചിൽ ഉണ്ടാകും. അതിൽ ഏതെങ്കിലും പ്രതിസന്ധിയോ അനിശ്ചിതത്വം ഒന്നുമില്ല എന്ന് തന്നെയാണ് ജിതി മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അറിയിച്ചത്. നാളെ തിരച്ചിൽ പുനരാരംഭിക്കും നാളെ തന്നെ. വേറെ തടസ്സമൊന്നും ഇല്ല എന്നാണ് കലക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. മഞ്ചേശ്വരം MLAയും നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതാണ് അശ്വതി ഏറ്റവും പ്രധാനം. ഈ ഡ്രഡ്ജർ എത്തുന്നതിന് മുമ്പ് തന്നെ ലോറി അത് കൃത്യമായി കണ്ടെത്തി. നമുക്ക് ഒരിക്കൽ കൂടി വേണമെങ്കിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ പോകാമെന്ന് തോന്നുന്നു അശ്വതി. ആ സ്ഥലം ഇതാണ് ഇപ്പോൾ കാണുന്ന ആ സ്ഥലം. അതായത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണ നായിക്കിന്റെ കടയുടെ തൊട്ടു പിറകിലായി വരുന്ന സ്ഥലം. അവിടെ മാർക്ക് ചെയ്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നേവിയും മൽപ്പയും ഒക്കെ തെരച്ചിൽ നടത്തിയത് ആ പ്രദേശത്താണ്. ആ പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ലോറിയുടെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ഈ കയറാണ്, വലിയ 25 മീറ്റർ നീളത്തിലുള്ള കയറാണ് ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നേവി ഉൾപ്പെടെയുള്ള സംഘം ആ സ്ഥലത്ത്, അതായത് ലോറി ഈ കടയെയും തകർത്ത്, അതായത് പ്രധാനമായും ഈ മണ്ണിടിച്ചിലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ലക്ഷ്മണ നായിക്കിന്റെ കടയുടെ മുൻവശം തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. നേർ എതിർവശത്തായി ആ മല ഇടിഞ്ഞ് നിൽക്കുന്ന ആ ഭാഗത്ത് നിന്നും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം അത് ഈ ലക്ഷ്മണ നായിക്കിന്റെ കട, ആ കടയുടെ മുമ്പിലാണ് അർജുന്റെ ലോറി പാർക്ക് ചെയ്തിരുന്നത്. വിശ്രമിക്കാനായി അദ്ദേഹം പാർക്ക് ചെയ്ത സ്ഥലമാണ്. ആ ശക്തിയിൽ, ആ മണ്ണിടിച്ചിലിന്റെ ശക്തിയിൽ ആ കടയും തകർത്ത് ലോറി പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടാകാം എന്നാണ് ഒരു നിഗമനമുള്ളത്. ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കയറൊക്കെ കിട്ടിയ സാഹചര്യത്തിൽ കൂടി അവിടെ തന്നെ ലോറി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇതിൽ ഈ ലോറിയിൽ നിന്നും 5 or 6 മരങ്ങൾ മാത്രം, തടിക്കഷ്ണങ്ങൾ മാത്രമാണ് ഒഴുകിപ്പോയതും പുറത്ത് 6 കിലോമീറ്ററോളം ദൂരത്തു നിന്നും ഇത് ലഭിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യവും ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഈ മണ്ണിടിച്ചിലിന്റെ ആഘാതമൊക്കെ ഇപ്പോഴും കാണാം, ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി പ്രദേശത്ത് ശക്തമായ ഇടിയും മഴയുമായിരുന്നു. വലിയ ആശങ്കയുണ്ടായിരുന്നു രാത്രി. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ സാധാരണ നിലയിലേക്കായിരിക്കുന്നു. മാത്രമല്ല അടിയൊടുക്കൊക്കെ എങ്ങനെയാണോ ഇന്നലെ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയുണ്ട്. അത് ജിതിൻ ഉൾപ്പെടെ ആശങ്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രി. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിൽ ഇനി ഒരു താമസം ഉണ്ടാകരുത്. കാലാവസ്ഥ ഏത് സമയത്തും മാറാം. അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് ഈ ശിരൂർ എന്ന് പറയുന്നത്. കൊങ്കൺ മേഖലയിൽ എവിടെ മഴ പെയ്താലും ഈ ഗംഗാവലി പുഴയിൽ ഇത്തരത്തിൽ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സമയം ഒട്ടും കളയാനില്ല. മാത്രമല്ല ഈ രക്ഷാദൌത്യം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് MLA പറഞ്ഞത്. അവസാനമായുള്ള ഒരു തിരച്ചിൽ മാത്രമാണ്. ഈ യന്ത്രം ഗോവയിൽ നിന്നും തിങ്കളാഴ്ച എത്തിക്കും. മണ്ണ് പ്രധാനമായും നീക്കും. 45 മീറ്റർ താഴെ ഈ ഉള്ള മണ്ണുകൾ വരെ ഇതിനെ എടുത്ത് പുറത്തു കളയാൻ ഒരു പറ്റുന്ന തരത്തിലുള്ള യന്ത്രമാണ്. അത് 50 ലക്ഷം രൂപ ചെലവിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു കൃത്യത ഇപ്പോഴും ഇല്ല. കടൽ മാർഗം കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് കരയിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല. വലിയ തോതിലുള്ള പാലങ്ങളൊക്കെ ആ മേഖലയിലുണ്ട്. അതുകൊണ്ട് കടൽ മാർഗം കൊണ്ടുവന്ന് ഇവിടെ ഗംഗാവലി പുഴയിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. തിങ്കളാഴ്ച എന്തായാലും ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തുമ്പോഴും നാളെയും ഈ തിരച്ചിൽ നിർണായകമാണെന്ന് പറയേണ്ടി വരും. കാരണം ആ കയറ് കണ്ടെത്തിയ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് അവിടെയുള്ള ആ മണ്ണും ചെളിയൊക്കെ നീക്കി പ്രധാനമായും നാളെയും ഈ മുങ്ങൽ വിദഗ്ധർ അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക. അവിടെ നിന്നും അത്തരത്തിലുള്ള സൂചനകൾ എന്തെങ്കിലും നാളെ ലഭിക്കും. ഈ ഡ്രഡ്ജർ എത്തുന്നതിന് മുമ്പ് തന്നെ അത്തരം വസ്തുക്കൾ കണ്ടെത്തി ഒരുപക്ഷെ നാളെ അവിടെ ഉണ്ടാവുന്ന ഈ വസ്തുക്കളൊക്കെ ഈ കയറ് കെട്ടി മുകളിലേക്ക് മാറ്റാനുള്ള ശ്രമവും നേവി നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ നാളെ ഉണ്ടാകും. ഏതായാലും ഇന്ന് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തിരച്ചിലില്ല, ആളുമില്ല, ആരവുമില്ലാത്ത രീതിയിൽ ഗംഗാവലി പുഴ ശാന്തമായി തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.